മനുഷ്യന്മാരെ. അപ്പൊ ഈ ആദിന്റെയും ദുലാരിന്റെയും ചാനലിലേക്ക് സ്വാഗതം. അതായത് ഞങ്ങൾ കുറെ ഇൻട്രോ പറഞ്ഞു നോക്കി, ഭയങ്കര ഒരുമാതിരി ഉണ്ട്. അപ്പൊ ഹലോ, സുഖം എല്ലാവർക്കും. കുറെ കാലം കണ്ടിട്ടുണ്ട് വിശേഷം. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു 6 മാസമൊക്കെ ആയി. കല്യാണം 6 മാസമൊക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാ കല്യാണം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം അതെ, കല്യാണത്തിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കല്യാണം, ഞങ്ങളുടെ റിസപ്ഷൻ, ഞങ്ങളുടെ ഹൽദി, ഞങ്ങളുടെ ബ്രൈഡ് ടു ബി, പിന്നെ ഞങ്ങളുടെ ഹണിമൂൺ ഇതൊക്കെ അപ്പോൾ അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം പറ്റില്ല. കല്യാണ ഫോട്ടോ പോലും ഇതുവരെ മൊത്തം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശങ്കര കണ്ടു കഴിഞ്ഞിട്ടില്ല, ആൽബം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന സമയം കുറച്ച് ഫോട്ടോസായിട്ട് കാണുമ്പോൾ അല്ലാണ്ട് ഈ മൊത്തമായിരുന്നു മുഴുവൻ കാണാൻ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ ജോലിയുടെയും പഠിത്തത്തിൻ്റെയും ജീവിതത്തിൻ്റെയൊക്കെ ഓടങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് പറഞ്ഞില്ല പലർക്കും അത് കാണുന്നില്ല. സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാൾ വ്യത്യാസം നമ്മൾ ഈ ഗിഫ്റ്റ് അൺബോക്സിംഗാണ് സാധാരണ അപ്പൊ അതുപോലെ എല്ലാവരും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അൺബോക്സിംഗ് പറയുന്നില്ല, ഒരു അൺവീലിങ്ങോ റീഡിങ്ങോ അങ്ങനെ പറയാം. ഭയങ്കര അതിൻ്റെതായിട്ടുള്ള സമ്മണം. എന്താ അറിയോ, ഞങ്ങളുടെ കല്യാണത്തിനില്ലേ റിസപ്ഷന് ഞങ്ങളൊരു വിഷുവാള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മണ്ഡപത്തിന് മുന്നിൽ ഇങ്ങനെ വലിയൊരു ബോർഡിൽ നമ്മള് വിഷ്വാൾ എന്ന് പറഞ്ഞൊരു സാധനം ചെല്ലുമ്പോ സ്റ്റാർട്ടിംഗ് എന്താ അറിയോ, അനശ്വര മുതൽ കവിത തുടങ്ങുന്നു. തുടങ്ങിയല്ലോ. അത് കണ്ടപ്പോഴത്തേക്ക് സോറി, അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് ആയിട്ടോ. എനിക്ക് നല്ല അഭിഷേകം. മണ്ഡപത്തിന് മുന്നിൽ വലിയൊരു 40 അടി നീളമുള്ള വലിയൊരു ചുമര് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ വരുന്നവർക്ക് പ്രിയപ്പെട്ട ആൾക്ക് കൈ മുന്നിൽ എഴുതി വെക്കാൻ ചെറിയ ചെറിയ ഒരു വിഷ്വാളിന് പേര് കൊടുത്തത്. എല്ലാവർക്കും എഴുതി ആശംസകൾ അറിയിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ച നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷ്വാളിൽ നമ്മുടെ പല 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 സുഹൃത്തുക്കളും എല്ലാ ആളുകളും ഒക്കെ വന്ന് കൂട്ടുകാരൊക്കെ വന്ന് എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ 6 മാസമായി ഇത്ര ദിവസം തുറന്ന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോക്ക് രസം ഉണ്ടാവില്ല. ആദ്യമായിട്ട് വായിക്കാൻ പോകണം. നമുക്ക് ആ പെട്ടി അങ്ങോട്ട് എടുത്ത് വന്നിട്ട് പെട്ടിയുള്ള സാധനങ്ങളൊക്കെ തൊട്ടാൻ പറ്റും. ഒന്നിച്ച് വായിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയതൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവില്ലേ. ബാക്കി അന്ന് എഴുതാൻ പറ്റാത്ത വിഷമിക്കൊന്നും വേണ്ട, കമന്റിൽ എഴുതിക്കും. കമന്റിലുള്ള വായിച്ചിട്ട് വേറെ വീഡിയോ ഇതായിരുന്നു ഞങ്ങളുടെ വിഷ് കോട്ട്സ്. അപ്പം ഞങ്ങളിതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3000 ആളുകളൊന്നും ഉണ്ടായിരുന്നു. അതിൽ വന്ന് നേരിട്ട് എത്താൻ കഴിയാത്ത ആളുകൾക്ക് അവർ എഴുതി അറിയിച്ചത് ആദ്യത്തെ ആളാണ് നമ്മുടെ ആൾ. ആരാണ് വായിച്ചത്? ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്, ഇപ്പത്തെ മൂലം സൈനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ്. വായിച്ചു കൊടുക്കുക. ആദിക്കും ദുലാരിക്കും ഒന്നിച്ച് ജീവിക്കുക ആനന്ദത്തോടെ അനുഗ്രഹത്തോടെ. ഓക്കെ, ആനന്ദത്തോടെ. ആദ്യ ദുലാരി എന്ന പേര് ഞങ്ങൾക്ക് കിട്ടുന്നത് മൂന്നിന്റെ ആദ്യ ദുലാരിയും അല്ല ആദ്യത്തിന്റെ ആദ്യം മെസ്സിച്ചിട്ടുള്ള നോവലാണ്. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു 3 നാൾ കാണുന്ന സമയത്ത് പറഞ്ഞു ചെയ്തില്ല പറയാം. നമ്മുടെ വലിയ ഇഷ്ടം കൂടിയാണ്. അതേ നമുക്ക് ആശംസകൾ രണ്ടാമത് ഇത് നേരിട്ട് വന്നിരുന്നു. അദ്ദേഹം എന്നാലും കഴിഞ്ഞില്ലെങ്കിലും നേരത്തെ എഴുതിയാണ്. ഞാൻ ഞെട്ടലേ, ഒന്നാമത് ആ ചൂട് ഡ്രസ്സ് മേക്കപ്പ് ഭയങ്കര ടെൻഷൻ ആയിട്ട് ആരെന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ സ്വന്തം സുഭാഷ് ചേട്ടൻ, അതായത് സുഭാഷ് ചന്ദ്രൻ. ആ മുഖങ്ങളുടെ ആവശ്യമില്ലല്ലോ, മനുഷ്യന്റെ ആ മുഖത്തിന്റെ ആളാണ് സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, വായിച്ചോ. പ്രിയപ്പെട്ട മുരളിക്കും സിന്ധുവിനും വിവാഹാശംസകൾ. സ്നേഹം, സ്വന്തം സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചേട്ടൻ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് വീട്ടിലേക്ക് വരണം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്ര ദിവസം പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പോക്കിൽ പോവാം എന്നാണ് സുഭാഷ് ചേട്ടൻ്റെ പ്രത്യേക സ്നേഹം. വയലാറിൻ്റെ സ്വന്തം മകൻ്റെ അടുത്ത ഞങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പറയണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി വന്നേയുള്ളൂ. ഒക്ടോബർ 27 ഞങ്ങൾ പോയി വന്നേ. എല്ലാ നന്മകളും നാണയം കിളിങ്ങട്ടെ, ഐശ്വര്യത്തിൻ്റെയും മധുവിധു നയനത്തിൻ്റെയും. ശരി, വയലാർ ശരത്ചന്ദ്രൻ ശരത്താറിൻ്റെ സ്നേഹം. അപ്പോൾ വയലാർ കുടുംബത്തിലെ പ്രിയപ്പെട്ട സുനിൽ മാഷിൻ്റെയാണ് അടുത്തത്. സുനിൽ മാഷ് ഇത് നമുക്ക് എടുത്തു വെക്കല്ലോ, ജീവിതകാലം മുഴുവൻ എടുത്തു വെക്കാൻ വേണ്ടി ഓർമ്മ. പ്രിയപ്പെട്ട അനശ്വരയ്ക്കും മുരളിക്കും സ്നേഹാശംസകൾ. മുണ്ടൂർ സേതു മാഷാണ്. സേതു മാഷാണ്. സേതു മാഷിൻ്റെ വൈഫിന് അന്ന് കാലിന് മുറിവായതുകൊണ്ട് വീണുകൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല. മാഷ് എഴുതി അറിയിക്കുന്നു. അനശ്വര മുല്ലേഷ് കുമാർ വിവാഹമംഗള ആശംസ. മുണ്ടൂർ സേതു മാഷിൻ്റെ. അപ്പോൾ സേതു മാഷ് ഇത് നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തത്, മുന്നോട്ട് നോക്കുമ്പോൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നതുമായിട്ടുള്ള ജീവിതം. അടുത്തത് നമ്മുടെ വളരെ സ്വന്തം ടി കെ സംഘടന. അതെ, എൻ്റെ പ്രിയ അനുജൻ മുരളിക്കും അനശ്വരയ്ക്കും കൃത്യമായ വിവാഹ ജീവിതം ആശംസിക്കുന്നു. ടി കെ സംഘടന. അപ്പോൾ ഇത്രയാണ് നമ്മൾ അന്ന് വലിയ ബോർഡ് സൈറ്റ് ഒരുക്കി. ഇനി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ചെല്ലാൻ പ്രിയപ്പെട്ടവരാണ്. അടുത്ത് ഇനി പല ആൾക്ക് സാധനങ്ങളുണ്ട്. എനിക്കൊക്കെ നമ്മൾ കണക്കണം. അത് പടുക്കൊക്കെ ആദ്യത്തെ കാലം നല്ല കയ്യൻ ചേട്ടോ.
അനശ്വരമാവട്ടെ ജീവിതം, സ്നേഹം പ്രിയരെ. ആരാ? ശാന്തമാശ്. ഓക്കെ, നമ്മുടെ ശാന്തമാശ. നമ്മുടെ ശാന്തമാശ് നമുക്കറിയാലോ. അധ്യാപകൻ കുക്കാസയുടെ ജില്ലാ ശാന്തമാശാണ്. ഇതൊന്ന് കാണിക്കില്ലേ? അതായത് ബാക്കിയൊന്നും വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ മുറിയിലെത്തി, അന്നത്തെ രാത്രി മുറിയിലെത്തിയതിൻ്റെ കുഞ്ഞാവിനെ വിളിച്ചിട്ട് അപ്പോളെ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അത് മാത്രം തപ്പി കണ്ടുപിടിച്ചെടുത്തിട്ട് വായിച്ചിട്ട് ഞാൻ തലമാരിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞാവിടെ വായിക്കും. കുഞ്ഞാവിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഭയങ്കര ടച്ചിലായിരുന്നേ. അപ്പോൾ കുഞ്ഞാവിൽ കേട്ടോ ഐ ലവ് യു ഓപ്പാളാ, ഡോണ്ട് ബി സാഡ്, ഐ ആം ഓക്കെ, ഐ ലവ് യു, ബൈ കുഞ്ഞിൻ്റെ ഷൊട്ട് മിഷു ഡി ലവ്. ഓക്കെ, അത് വയലാറിൻ്റെ പറയും, യമുന വയലാർ. അവര് ഭയങ്കര വലിയ രസമുള്ള കപ്പലാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. വീട്ടിൽ തലേന്ന് വന്നിരുന്നു. ആ സമയത്ത് എഴുതിയതാണ്. വിരളിക്കും അനുശ്വരിക്കും കുടുംബജീവിത പുസ്തകത്താളുകളിൽ സ്നേഹത്തിന്റെ മഷിയായി മധുരം നിറയ്ക്കുവാൻ ആശംസകൾ. അടുത്തത് വാക്ക് ഫോർവേഡ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ആരാണ്? കുഞ്ഞാട്ടനും ചേച്ചിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള ആശംസകൾ. അനിയനാണ്. കുറേ അനിയന്മാരും അനിയന്മാരുള്ളതുകൊണ്ട് ഒന്നാമത്തോളം 20 അനിയന്മാരും അനിയന്മാരുള്ള ഒരാളാണ്. വലിയാട്ടനല്ല, ചെറിയ വലിയാട്ടനല്ല, കുഞ്ഞാട്ടനാണ്. കുഞ്ഞാട്ടനും ചേച്ചിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള ആശംസകൾ. അനിയനെ അത് നമ്മുടെ വൈബ് റിനേഷ് ടോക്കോ. റിനേഷ് ഏട്ടൻ നമ്മുടെ ഡിവൈ ഫ്രണ്ട്സ് ആകാണ്. ആയിക്കോട്ടെ, നമ്മളത് കൂലി അനുശ്വരിയുടെ സ്വന്തം കവി. അതെ, സ്നേഹാദരങ്ങളോടെ അടുത്തത് പെങ്ങളെ നോക്കണേ അളി. അപ്പൂട്ടെ. അയ്യോ അപ്പൂട്ടെ, പെങ്ങളെ നോക്കണേ നന്നായി നോക്കാം. ഇന്ന് ഞാൻ നന്നായി നോക്കാം. ഡിയർ കുഞ്ഞാട്ട ആൻഡ് അടുത്തമ്മ, അടുത്ത രീതി. ഡിയർ കുഞ്ഞാട്ട ആൻഡ് അടുത്തമ്മ, വെൽക്കം ടു അവർ ഫാമിലി ആൻഡ് ആൾസോ കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ആൾ ഇത് നമ്മുടെ സദാവ് നിത്യാനന്ദനാണ്. 100 ആശംസകൾ. ഓക്കെ, ഹാപ്പി മാരീഡ് ലൈഫ്. അത് അന്ന് തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് കാണാം. സോ ബൈ സജിത ബ്രാക്കറ്റിൽ അമ്മായി സജിത ബൈ. നമ്മുടെ ഞങ്ങൾ ഞാൻ കൂടെ പോയി വിളിച്ചിട്ടുണ്ടല്ലോ. അതിനോട് അറിയില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചു. ഇനി അടുത്തത് to my beautiful sister and her love of life. To my beautiful sister and her to my beautiful sister and her love of life. May your love continue to grow stronger with each passing play. Sorry, day. Congratulations and best wishes for a wonderful life together. ഇത് ലേബൽ ഉണ്ട് അല്ലേ? ബയ്യർ ഡിയറസ്റ്റ് കുമ്മൂട്ടി. അറിയത്തെ ഞാൻ കുമ്മൂസ എന്നാ വിളിക്കാം. ഞാൻ വിഷയമില്ല, എന്നാലും മെയിൻ ഇത് നമ്മുടെ ചാറ്റ് ജിപിടി നോക്കി എഴുതാണ്, ഗൂഗിൾ നോക്കി എഴുതിയത്. സത്യം പറ, ഇതിന്റെ ഇംഗ്ലീഷ് ഒക്കെ വെറുതെ ഞാൻ പഠിക്കാൻ അറിയോ? മിഷീനു ഹാപ്പി മാരീഡ് ലൈഫ് 16 ആരത് എഴുതിയത്? നീ 100 വെറ്റ് വാഴ ബൈ ബ്രദർ തറ 16 പെരുവാഴ വാഴുകയെന്ന്. ബ്രദറിന് മാത്രമേ ഏത് ബ്രദറാണെങ്കിലും wish you both a very happy married life with a lifetime of joy, love, care and happiness. Krishna C. Dear uncle and daddy. മറ്റേ ചേച്ചി കുഞ്ഞാവെ കൊണ്ട് എഴുതിട്ടായിരിക്കും നിന്നെ അങ്കിളെ നോക്കിക്കാൻ. അതിന്റെ കൂടെ പച്ചക്കറി ചേടാ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഇതിനെ അങ്കിളെ നോക്കിയിട്ടാണ് അവരായിരിക്കില്ല എന്ന് വിചാരിക്കാം. ഡിയർ അങ്കിൾ ആൻഡ് ആൻറ്റി, wish a very happy married life. Best wishes, Shriya and her family. Shriya കുട്ടി, thank you. Thank you. നല്ല താങ്ക്സ്. Happy married life. Thank you. നമ്മ സ്വന്തം സിസ്റ്റർ. Happy married life. Happy married life ഒരുപ്പുണ്ട്. Thank you. Happy married life and best wishes, Rajesh Kerala. അച്ഛൻ കേരള ബാങ്കിലാണ് വർക്ക് ചെയ്തത്. കേരള ബാങ്കിലാണ്. Thank you so much. Walk forward with your dreams. Happy married life. Madhu A. Thank you so much. Happy married life and happy honeymoon. അക്ഷയ് ആൻഡ് അശ്വിൻ അപ്പോഴേ കണ്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെ ആയിരിക്കും. നമ്മുടെ സ്വത്തുമക്കൾക്ക് 1000 ആശംസകൾ. അമ്മമ്മ ദൃശ്യമ്മ എൻ്റെ അമ്മ കേട്ടോ. നമ്മുടെ സ്വത്തുമക്കൾക്ക് 1000 അനു സങ്കടപ്പെടാണ്ടോ. എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥന ഒന്ന് എഴുതിയതാണോ? അങ്ങനെയല്ല അനു സങ്കടപ്പെടാട്ടോ. എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ലെങ്കിലും എന്റെ പ്രാർത്ഥന നിന്റെ ഒപ്പം ഉണ്ട്. ബെസ്റ്റ് വിഷസ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്. ചേച്ചി ലണ്ടനിലാണ്. കം സൂൺ വി വിഷ് യു. ഹാപ്പി മാരീഡ് ലൈഫ് മുരളി ആൻഡ് അനുശ്വര. ടീം ട്രോൾ പാലക്കാട്.
സുഖങ്ങളെ അത് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല, രക്ഷപ്പെട്ടു. അതിന് ട്രോള് വന്ന് കിട്ടണം. അടുത്തത് വിഷ് യു ഓൾ ദി ബെസ്റ്റ് വിഷസ് ബാലഗോപാൽ. ബാലഗോപാലൻ അച്ഛൻ്റെ ബാഗിലായിരുന്നു. അടുത്തത് ഹാപ്പി മാരീഡ് ലൈഫ്. My dear dear Opole. Opole, we gonna miss you. Smile and love and love. Love you most, Maru. മാളുട്ടി വാവ പ്രിയഞ്ചിത അപ്പോൾ വീഡിയോ കോൾ ചെയ്തില്ലേ വാവ. Thank you. ഞങ്ങൾ ആക്ച്വലി കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഹൽദിയുടെ ഡാൻസ് പ്രാക്ടീസും റേറ്റ് ഒടിക്കുള്ള ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി. ഇപ്പം അടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ദൂരേക്ക് വരരുന്നു. ഞാൻ ഇതിന് വെറുതെ ശങ്കർക്കുന്നറില്ല. എൻ്റെ മുരളിക്കും ആശയ്ക്കും Have a blissful life with bliss. നന്ദി വണക്കം. മുരളി മാമനും അനശ്വര അമ്മായിക്കും 1000 മംഗളങ്ങൾ നേരുന്നു. ഐസ്ക്രീം, പോപ്കോൺ, ജ്യൂസ്, സൂപ്പർ. പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്. നമ്മുടെ കല്യാണത്തിന് പോപ്കോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. ആശംസകൾ. 2 പറവ 1 മരം. കെ ജനാർദ്ദനൻ കെ സി ചിത്ര കാണിച്ചിട്ടുണ്ട്. മുരളി ഏട്ടനി എൻ്റെ വിവാഹ ആശംസകൾ. കിച്ചു. അത് ഉണക്കുള്ളത് നീയേ പോകും. പ്രിയപ്പെട്ട അനശ്വരയ്ക്ക് സുഹൃത്തുക്കൾ തരുന്ന മുന്നറിയിപ്പ്, ബി കെയർഫുൾ. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. എനിക്ക് നിങ്ങളെ ക്യാച്ച് ഉണ്ടാവിച്ചൊന്നുമില്ല, ഞാൻ കെയർഫുൾ ആയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സുഹൃത്തുക്കൾ തരുന്ന മുന്നറിയിപ്പ്. കല്യാണ ദിവസം വന്നിട്ട് ബി കെയർഫുൾ പറയുകയാണെങ്കിൽ അത്ര നല്ല സുഹൃത്തുക്കളൊന്നും ആയിരിക്കും. അതാണെങ്കിൽ താങ്ക് യു. എന്തായാലും നിങ്ങൾ ബി കെയർഫുൾ. പ്രിയപ്പെട്ടവർക്ക് മംഗളാശംസകൾ. രാജേഷ് മാഡം താങ്ക് യു. രണ്ടുപേരുണ്ട്. താങ്ക് യു സോ മച്ച്. രാജേഷ് ഏട്ടൻ നമ്മൾ അറിയിക്കും. 100,000 ആശംസകൾ. അച്ചു പ്രിയമ്മ വല്യേജ്. അച്ഛൻ പ്രിയമ്മ വല്യേജ്. പ്രിയമ്മയും പരമത്തിനും അച്ഛൻ ഹാപ്പി മാരീഡ് ലൈഫ്. എസ് വെച്ചിട്ടുള്ള ആരാണ്? താങ്ക് യു കേട്ടോ. ഹാപ്പി മാരീഡ് ലൈഫ് മൈ ഡിയേഴ്സ് ബൈ ഷാമിനി. ഷാമിനി ചേച്ചി താങ്ക് യു. ആ ശംസ കല്യാണമാണ്. അപ്പോൾ ജനുവരിയിൽ എല്ലാവരും വരണം. എല്ലാവരും വരണ്ട, ഞങ്ങൾക്ക് സാധ്യത പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥന. കവിതകളുടെ പുതുവസന്ത കാണാവട്ടെ. സ്നേഹത്തോടെ സിജേഷ്. സിജു താങ്ക് യുടാ. ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് ചേച്ചി വിൽ മിസ് യു ലവ് യു മീനു. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ മെയിൻ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിരുന്നു, ഞങ്ങൾ സ്ക്വാഡായിരുന്നു. മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യും. കളിയാ കവിത പോലും എഴുതാൻ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അതിന് കവിത എഴുതാന്ന് ആരാ പറഞ്ഞു? കവിത സൂക്ഷിച്ചല്ല കൈകാര്യം ചെയ്യുന്നത്. അത് പോയിട്ടോ ഇപ്പോൾ വേറെ ഞങ്ങളുടെ ഗന്ധർവ്വം എന്റെ കാമുകി കണ്ടിട്ട് കാണും. ഒന്നും പറയല്ലോ, മാച്ചള സൂര്യന്റെ പൊൻകഥ പോലെ ഭാവി ജീവിതം. ശോഭയോടെ ഇരിക്കട്ടെ. ശോഭ കുട്ടിക്കാണ് ഇരിക്കാൻ പോണേ. പിന്നെ ശോഭ അനുഷ്ക അനുചേച്ചിക്കും ആശംസകൾ എന്ന്. അനുമിത്രായം അർച്ചന. താങ്ക് യു. യുവർ ശ്രീ സ്നേഹ് സർക്കാർ. അവരെന്തായി ഉദ്ദേശിച്ചത്? You have some good and bad time, but your character makes you great. By നിരഞ്ജനില്ല. മുരളിക്കും മനുഷ്യരിക്കും എല്ലാവിധ ആശംസകളും. അപ്പൻ അല്ല എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവിധ മംഗളാശംസകളും സ്നേഹവും. അമ്മയാണ് ഞങ്ങളുടെ ഒപ്പമുള്ള ആളാണ്. എഴുത്തിന്റെ കൂട്ടുകാരനെ റുലാലിക്ക് പ്രണയിച്ച് എഴുത്തിന്റെ കൂട്ടുകാരൻ അപ്പൊ ഇന്നെ കാണണ്ടേ? പ്രണയിച്ച് ജീവിക്കുവാൻ ഒരുപാട് ആശംസകളോടെ സ്നേഹത്തോടെ കൂട്ടുകാരൻ ശ്രീജിത്ത് ആൻഡ് സുനിത സിദ്ധി അല്ലേ? നമ്മളെപ്പെട്ട സിനിമയ്ക്ക് പോയാലും അവരുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്. ഈ പിന്നെയുണ്ടോ ഇത് മുഖത്ത് കുത്തും അങ്ങനെ അട. ഇത് നമ്മുടെ ശ്രീജിത്തനും ഭാര്യ കുഞ്ഞുമോളും അനശ്വരമാവട്ടെ നിങ്ങളുടെ ദാമ്പത്യം മുഴങ്ങട്ട് മുരളിയിലും മുഖങ്ങരവിക്കും. ആശംസകളോടെ ജയറാം ഉപ്പങ്ങാട്. ഇവിടെ നമ്മുടെ ജയറാമേട്ടനാണ്. പിന്നെ അനശ്വര ചേച്ചിക്കും അനുചേച്ചിക്കും മുരളിയേട്ടനും ആശംസകൾ എന്ന്. അദൃഷിക തുഷാര. താങ്ക് യു. ആരെ നോക്കൂ. എൻ്റെ പ്രിയപ്പെട്ട മുരളിക്കും അനുചരിക്കും മംഗളാശംസകൾ. ഒരു സെൽപുത്രൻ പിറന്നിട്ട് പിന്നെ നമുക്ക് ചേച്ചേട്ടൻ നമ്മുടെ സ്വന്തമാണ്. തലേന്നൊട്ട് വീട്ടിൽ കുമ്പളങ്ങ സൂപ്പറായി പോയത്. ബിരിയാണി സൂപ്പർ, ഐസ്ക്രീം സൂപ്പർ, ലേഡി സൂപ്പർ, കല്യാണം കളറായി. ആശംസകൾ. ആരാ വ്യക്തമുള്ള സിഗ്നേച്ചറാണ്. എന്തായാലും വായിച്ചപ്പോൾ തന്നെ കളറായിട്ടുള്ളത്. താങ്ക് യു. അശോകൻ ചെരുവിൽ ഈ വർഷത്തെ വയലാറവാൻ ചെയ്ത നമ്മുടെ സ്വന്തം അശോക് സാറാണ്. പ്രിയപ്പെട്ട മുരളിക്കും അനുശ്വരിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അശോകൻ ചെരുവിൽ അശോക് സാർക്ക് പ്രത്യേകം ഹംസനൻ തിരിച്ചു കിട്ടാത്ത ഇത് സൈനാണ്. നമ്മുടെ പഞ്ചായത്ത് എങ്ങനെയാണ് സൈൻ കഴിക്കുന്നത്? ആർക്ക് കുട്ടി കഴിക്കുന്നില്ല. എന്നെ കോളേജ് പഠിച്ച അല്ല സ്കൂളിൽ പഠിച്ച ബാബു സാറിന് ഏകദേശം
സ്ഫുലിംഗമായിട്ടാണ് തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങൽ മാത്രം. പെരും പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നമ്മുടെ ഹംസനാണ്. താങ്ക് യു. ഇനി പ്രവീൺ അനശ്വര പ്രണയത്തിൽ നിന്റെ കവിത അനൽക്ക് നിൽക്കുന്നതായി. പ്രവീൺ അപ്പുറം അനർക്ക് നിർഗളമായി. ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒക്കെ വെച്ചിട്ട് ആ ഇൻസ്റ്റാഗ്രാം പരസ്യമായിട്ട് പബ്ലിസിറ്റി തന്നതാണ്. അതെ ഏതോ ജനിച്ചു കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഇന്നും സ്നേഹമായിരിക്കും. ആത്മത്തിനെ നമ്മുടെ സ്നേഹപൂർവ്വം പ്രവിധിച്ചു. പഴയ പുള്ളിയൊന്നല്ല, പഴയ പുള്ളി വലിയ പുള്ളിയാണ്. ഇപ്പൊ വലിയ പുള്ളിയാണ്. കൂടെ വലിയ പുള്ളിയുണ്ട്. അതെ സെന്താമരി. എന്താ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഏൽപ്പിക്കണം? ചെക്കനാളൊക്കെ കഴിക്കുന്നത് ആരോ കണ്ണൂരിൽ നിന്നാണ്. പ്രണയത്താൽ എഴുതപ്പെട്ടും എഴുത്താൽ പ്രണയപ്പെട്ടും അനശ്വരാവണം. അതാണ് എന്താ ഓരോരുത്തർ എന്താ പറയുക കൈവച്ചിലേക്ക് പരസ്പര കാവലാവാൻ രണ്ട് പൂവുകൾക്കും എന്നും കൈവൻ അറിയോ ഞങ്ങളുടെ സേവ് റേറ്റിൽ ഞങ്ങൾ എഴുതിയ പാട്ടിനെ ഞങ്ങൾ ഒന്നും എഴുതിയ പാട്ടിനെ പാടിയ പ്രസാദാട്ടനാണ്. പ്രസാദ് കല്ലിക്കോട് നല്ല പാട്ടുകാരൻ മ്യൂസിക് ഡയറക്ടറാണ്. അടുത്തത് മുരളിയേട്ടന് മനുഷ്യരെ ചിരിക്കും ഹൃദയം നിറഞ്ഞ വിവാഹാശംസകൾ ഗൂഗിൾ. താങ്ക് യു. പ്രണയ കവിക്ക് മംഗളാശംസകൾ ശാന്തമുണ്ടോ. ശാന്തമുണ്ടോ. അടുത്തത് സിജോന്റെ മുരളിയിലെ അനശ്വരനാഥത്തിന് വിവാഹ മംഗള ആശംസ. ജൂനിയർ അമ്മായി അനശ്വര ലവ് മൂവി ഇത് ഞങ്ങൾ ചുമലിൽ വെച്ച് തന്നെയാണ്. പ്രിയപ്പെട്ട ജാനോട്ടിക്കും മുരളിക്കും വിവാഹാശംസകൾ. ഇനിയുള്ള കാലം സന്തോഷത്തോടെ നന്മയോടെ ഏറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹം ഗുപ്തൻ ആദരിച്ചിട്ടാണ്. ഇതെന്തോ നല്ല സെറ്റപ്പ് ആയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുരളിയേട്ടന് വിവാഹ മംഗള ആശംസ. ആരോ ഒരു പേര് കഴിഞ്ഞിട്ടുണ്ട്. മുരളിയേട്ടന് മനുഷ്യരെ ചേച്ചിക്കും എൻ്റെ വിവാഹ ആശംസകൾ. ഈ ഫോട്ടോകൾ പോലെ സുന്ദരമാകട്ടെ നിങ്ങളുടെ കുടുംബജീവിതം. രമ്യ രാമകൃഷ്ണൻ പള്ളിക്കൽ. നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ വന്ന പണ്ടൊക്കെ കൂടാൻ പോകും ഞാൻ. അപ്പോൾ അതിൽ അവിടെ ഉണ്ടായത് ചേച്ചിയാണ് കൂടെ വന്ന ചേച്ചി. താങ്ക് യു ചേച്ചി. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വിഷ്വാലിൻ്റെ തന്നെ വലിയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സെലിബ്രിറ്റി ഫോട്ടോസൊക്കെ പ്രിയപ്പെട്ട മുരളിക്കും മനുഷ്യരിക്കും ഹൃദ്യമായ വിവാഹ മംഗള ആശംസകൾ. ബൈ ബേബി സജിത വെട്ടുക. പുതുനെൽ കതിരുകൾ പോലെ നിറയട്ടെ. ആതിര ദേവേന്ദ്രൻ. ഇത് നമ്മുടെ ഏലിയമടിച്ച PC ഏലിയമടിച്ച ഐഡിയാണ്. ഹൃദയം നിറഞ്ഞ മംഗളാശംസ. താങ്ക് യു. ഏലിയമടിച്ച വളരെ ഊർജ്ജസ്വലമായി റിട്ടയറിൻ്റെ ജീവിതത്തിൽ ഓടി ജയിച്ച ആൾക്കാരാണ്. നമുക്ക് അതേപോലെ ഊർജ്ജസ്വലമായി ഓടണം. സ്വപ്നങ്ങൾ ജീവിതത്തിലേക്കുള്ള വാതി തുറക്കുന്ന ദിവസം. ആശംസകൾ. നാരായണ മാഷാണ്. നാരായണ മാഷ് ഞങ്ങളുടെ എഴുത്ത് ജീവിതത്തിൽ ഞങ്ങളുടെ ജഡ്ജിങ് ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നാരായണ മാഷ് പ്രത്യേകിച്ച് അജുവാൻ മൂലിയിലെ ലയൺസ് സ്റ്റാർ ക്ലബിൻ്റെ സുഹൃത്തിന് മുരളിക്ക് നമ്മുടെ പെരുമോട്ടൂർസിൽ കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ഉദ്ഘാടനത്തിലില്ലേ അവിടുത്തെ ഏട്ടൻ എഴുതിയത് ലയൺസ് സ്റ്റാർ ക്ലബിൻ്റെ സന്തോഷം. The way to life by Fatima. Yes. Thank you. അടുത്തത് അമീബന്റെ പിള്ളേട്ടെ. എന്താ പറയുക അന്ന് അവിടെ വെച്ച് നമ്മളവിടെ ലൈവായിട്ട് പാട്ട് പാടാനുള്ള ഒരു എന്താ പറയുക നമ്മൾ റിസപ്ഷൻ ലൈവായിട്ട് ബലറാമേട്ടൻ അഭിരാമി അപ്പോൾ അമീബ പാട്ട് പാടി തന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ബോറടിക്കുമ്പോഴേക്ക് പാട്ട് പാടി തരാൻ പറഞ്ഞാൽ പാടിത്തരുന്ന പാട്ടാണ്. പക്ഷെ ആ പാട്ട് അന്ന് കല്യാണ ദിവസം അന്ന് പാടിയപ്പോൾ ലിറ്ററലി എനിക്കിങ്ങനെ സങ്കടം വരിക സന്തോഷം കൊണ്ട് അന്ന് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. അത് നീ ആയത് എന്തുകൊണ്ട് നന്നായി മതി ഞങ്ങളെ തിരക്കിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയത് നീ നന്നായി മതി അമീബ കേട്ടത് ആദ്യം പറഞ്ഞത്. ഒട്ടേറെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ സുഖദുഃഖങ്ങളിൽ പരസ്പരം കൂടെ നിൽക്കുന്ന മംഗളവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു ജീവിതകാല പ്രണയം ആശംസിക്കുന്നു. സ്നേഹമാണ് യഥാർത്ഥത്തിൽ അഭിനന്ദി പ്രൊഫസറാണ് ഞങ്ങൾ. അത് അക്കരെ കവികൾ വിനോദമാഷാണ്. സ്വപ്നങ്ങൾ വസന്തങ്ങളാവട്ടെ. ആ വസന്തങ്ങൾക്ക് എന്നും കരുതലും വളവും എല്ലാമായി എപ്പോഴും കൊടുക്കുന്ന പ്രിയപ്പെട്ട മുരളിയേട്ടനും മനുഷ്യരിക്കും വിവാഹ മംഗളാശംസകൾ എന്ന് സ്വന്തം തൊട്ട് മുമ്പ് വെച്ചാൽ അവരുടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് അവരുടെ ചന്ദ്രിക കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. മുരളിക്കും മനുഷ്യരിക്കും നാരായണൻ KK കോട്ടയം. മുരളിക്കും മനുഷ്യരിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു നാരായണ. താങ്ക് യു. അടുത്തത് എഴുതിയിരിക്കുന്നത് വർഷ. വെൽക്കം ടു നമ്മുടെ വർഷ ഫാമിലി സിസ്റ്റർ. എനിക്കിവിടെ കണ്ടമാനം നാത്തുമാല ഞാനാണ് മുട്ട എടുത്തേമ്മ. ഹാപ്പി മാരീഡ് ലൈഫ് ടു മൈ കുഞ്ഞേട്ട ആൻഡ് അനശ്വര. വെൽക്കം ടു അവർ ഫാമിലി.
പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അവളെ നന്നായിട്ട് ഈ വെട്ടെങ്കിലും ഇറങ്ങി പറഞ്ഞോ വന്നിട്ട് ഓക്കെ ഹാപ്പി മാരീഡ് ലൈഫ് ഏട്ടാ ചേച്ചി ബൈ ശ്രീന ഹാപ്പി മാരീഡ് ലൈഫ് മൈ ഡിയർ ഏട്ടാ. പ്രസീത സുഭാഷ് ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മളെ കോയമ്പത്തൂരുള്ള പ്രസീത. ദിവ്യ മുരളിച്ചേട്ടനും അനു ചേച്ചിക്കും വിവാഹ ആശംസകൾ നേരുന്നു. ദിവ്യ. വേഗം വായിക്കാം. അടുത്തത് ശ്രീദേവി. നമ്മുടെ ശ്രീദേവി ഹാപ്പി മാരീഡ് ലൈഫ് ഏട്ടാ ചേച്ചി ബൈ ശ്രീദേവി. വഞ്ചമേമ എഴുതുന്നത് നമ്മുടെ സ്വന്തം മേമയാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമ കുഞ്ഞുമെന്നാണ് വെക്കുന്നത്. കുഞ്ഞുമയ്ക്കും എൻ്റെ കുഞ്ഞുമൻ്റെ അനുസരിക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ അഞ്ചമേമ എഴുതുന്നത്. ഹാപ്പി മാരീഡ് ലൈഫ്. ഡിയർ ബ്രോ ആൻഡ് സിസ്റ്റർ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സിസ്റ്റർ. അടുത്തത് MK മനോഹരൻ കണ്ണൂരിൽ നിന്നും നല്ല കയ്യക്ഷരാണ്. അനുസരിക്കും വിളിക്കും സ്നേഹാശംസകൾ. എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ ഞങ്ങളൊപ്പം കൂടെ നിൽക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്. സഖാവ് പ്രസാദ് സഖാവ് മുരളിയിൽ ഒരു അനശ്വര കാവ്യത്തിൻ്റെ തുടക്കം. സഖാവ് പ്രസാദ് അഭിവാദ്യം. അടുത്തത് ജ്യോതി ചേച്ചി. വിഷമം അന്നെത്താൻ കഴിയില്ല. ഒരു കുടുംബ കാരണം കൊണ്ടെത്താൻ കഴിയില്ല. അവിടെ തലേന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 8 പുസ്തകങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്നേഹ സമ്മാനമായിട്ട്. ഒത്തിരി ഈവൻ ദൈവങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് പുസ്തകങ്ങളായിരുന്നു. അഭിമാനത്തോടും സാധാരണ കല്യാണങ്ങൾക്ക് പറഞ്ഞ പോലെ ഡൈനിങ് സെറ്റും അങ്ങനത്തെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതിൽ 85% പുസ്തകങ്ങളാണ്. നിറയെ പുസ്തകങ്ങൾ ഒത്തിരി വേറൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ ജോയിച്ചിട്ട് തടയുന്ന 2 ദിവസം മുന്നേ എത്തി എഴുതിയതായിരുന്നു അനശ്വര പ്രണയത്തിൻ്റെ വെള്ളി ഗീതമാവട്ടെ ജീവിതം. അനുസരിക്കും ആശംസകൾ. അടുത്ത് നമ്മുടെ രാഹുൽ മാഷൻ. രാഹുൽ മാഷ് അനശ്വര മുരളി അനശ്വരമാവട്ടെ നമ്മൾ പ്രണയം പൂത്തുലയട്ടെ. ജീവിത വസന്തങ്ങൾ കള്ളായി പിടിച്ചിട്ടൊന്നും വന്നില്ല. പിന്നെ ഒരു ഞങ്ങൾ എണ്ണലും കാണാൻ വീട്ടിലോട്ട് വന്നിരുന്നു. അന്ന് ഞാൻ പിടിച്ചെഴുതിച്ചതാണ്. താങ്ക് യു സോ മച്ച്. കല്യാണം കഴിഞ്ഞ് വന്ന രീതിയാണ് മാഷ്. അടുത്തത് എഴുതിയിരിക്കുന്നത് ആരുമില്ല, കാരണം അതിലൊന്നുമില്ല അറിയാതൊന്നും. അടുത്തത് വീണ്ടും അപ്പോട്ടെ. അതാ ശരിക്കും അപ്പോട്ടില്ലേ അപ്പട്ടിൻ്റെ ഏട്ടനാണ്. അപ്പട്ടിന് ശരിക്കും ഞങ്ങളെ എൻ്റെ അപ്പോട്ടിനാണ് എക്സ്പ്രസീവ്ലി അതിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പോട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോട്ടാ ആശംസകൾ അതെന്താ എൻ്റെ പേര് എന്താട്ടാ. അടുത്തത് അതിൻ്റെ മഞ്ജുലക്ഷ്മി മലയാളം. ഏറ്റവും പ്രിയപ്പെട്ട മുരളിയേട്ടനും മനുഷ്യർക്കും കവിതാശംസകൾ സ്നേഹത്തോടെ മഞ്ജുലക്ഷ്മി മലയാളം. മഞ്ജുലക്ഷ്മി മലയാളം വേണമെങ്കിൽ ഫേസ്ബുക്കിലേക്ക് അടിച്ചു നോക്കിക്കോളും. പ്രണയിച്ച കുട്ടിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ മുരളിയേട്ടന് ആശംസകൾ. ഒരേ ഒരു രാജാവ് പ്രണയിച്ച കുട്ടിയെ സ്വന്തമാക്കില്ല, സ്വന്തമാക്കിയ കുട്ടിയെ പ്രണയിക്കുകയാണ്. നമ്മുടെ കോമറേഡ് കിരൺ മനസ്സിലായ ഞങ്ങളിങ്ങനെ കൊടുവാലിക്ക് തിന്നാൻ പോകുന്ന വഴിക്ക് ചേട്ടൻ കാണും. പ്രിയപ്പെട്ട മുരളിയേട്ടൻ വിവാഹം കപ്പിലാച്ചേട്ടെ ഞങ്ങൾ പോകുമ്പോൾ കാറിൽ കാവ്യ സംഗീത് മുരളി അനശ്വരമാവട്ടെ. കാവ്യ സംഗീത മുരളി അനശ്വരമാകട്ടെ. കാവ്യ സംഗീതം ഒന്നും എനിക്കറിയില്ല. ഞാൻ മാത്രമാണ് കാവ്യ സംഗീതം മുരളി അനശ്വരമാകട്ടെ. ഹൃദയപൂർവ്വം ആശംസകൾ. താങ്ക് യു. അടുത്തത് ചന്ദ്രമോഹനൻ BGM കേരള അച്ഛൻ്റെ ദൂരെ സന്തോഷം. എല്ലാ ജിക്കാർ ജില്ലകളും ഒക്കെ ആൾക്കാർ വന്നത്. മേക്കൂട്ടനും മാക്കൂട്ടനും ഹാപ്പി മാരീഡ് ലൈഫ് ടു ദ poetic couples who loved through poems and stories by your younger sister Maya Radish and Meeta and Maya's letter. Love you both. ഇനി റെയിൽവേ കോളനി പ്രതി നമ്മുടെ ചേച്ചിൻ്റെ ഏട്ടൻ്റെ പ്രിയ കവിക്ക് അനശ്വര കവിയായി കവിയായിരിക്കും. അനശ്വര ഓൾറെഡി കവിയാണ്. ഞാൻ അനശ്വര കവിയായി. ഓക്കെ ഇതുപോലെ സൈഡിൽ അനശ്വര മുരളി ഗാനം ഒഴുകിയിട്ടെ കാലാതീതമായി. പ്രണയകവിക്ക് 1000 വിവാഹ മംഗളാശംസകൾ. ഹാപ്പി മാരീഡ് ലൈഫ് മുരളിയേട്ട ആൻഡ് ആൻ ചേച്ചി. എന്ന് സ്വന്തം ഡാഷ് ഒരു കുഞ്ഞു പ്രണയ കഥയുടെ മുരളീധാരം എന്ന് സ്വന്തം ഡാഷ്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ നമ്മളെ ഇല്ലേ എന്ത് രസമാണല്ലേ. നമ്മളിപ്പോൾ തന്നെ ഇത് ശിബോട്ടം ശിബോട്ടെ നമ്മുടെ മൊത്തം വീടിൻ്റെ അടുത്തൊക്കെ ശിബോട്ട ഹീഡ്രോ കേട്ടോ. ശരിയാണ്. എന്ന് മാറ്റി തരണം. എത്ര എഴുതിയാലും മുഴുവിക്കുവാൻ കഴിയാത്ത കവിതയായി നിങ്ങളുടെ ജീവിതം തുടങ്ങട്ടെ. സന്തോഷം ചെയ്താണ്. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ് പേര് ചെയ്തിട്ടില്ല. ആരായി ഈ രസം എന്താ വെച്ചാൽ എല്ലാത്തിനും തോട്ടിൽ ഞങ്ങളുടെ ഫോട്ടോ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് സന്തോഷമായ കവിത എസ് കെ കവിത ചേച്ചി എഴുത്തുകാരി കവിത ചേച്ചിയാണ്. മംഗളാശംസകൾ. നാട്ടിൽ തമിഴ് എഴുതി വായിച്ചു. പ്രിന്റ് ഹൗസ് പാലക്കാട് നിന്നാണ്. നമ്പറുണ്ട്. എന്താണ് ഇതിരിക്കണേന്ന് ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ല. അല്ലാഹു സമ്പന്നനാണ്, സമ്പത്ത് നേടുക, ദീർഘായുസ്, ആശംസകൾ. ഇതാണ് അതിന്റെ മലയാളം. അതായത് എല്ലാവരുടെയും സെൽവങ്ങളും പെற்று നീരൂടി വാഴും
എന്താണെങ്കിലും താങ്ക് യു. തമിഴൊരു ആശംസ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. തമിഴ് ഒരാളെ മുന്നിൽ വിളിച്ച് ആശംസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് ആശംസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം പെരുമാൾ മുരുകൻ എന്താ മുരളി ആശംസകൾ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് തമിഴ് കണ്ടപ്പോൾ ഓർത്ത് നമ്മളുടെ എഴുത്തുകാരനെ ഓർത്തു. ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ടുള്ള അവസാനത്തെയാണ്. കുറേ ഇനിയും ഇനി എവിടേക്കോ ഉണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ എന്തായാലും ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ സ്നേഹം അക്ഷരങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ അക്ഷരങ്ങൾ സമ്മാനമായി പറഞ്ഞ ഒത്തിരി ആളുകൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ കാവ്യദിനത്തെ കൂടുതൽ മനോഹരമാക്കാൻ എഴുതി എല്ലാവർക്കും ഞങ്ങൾ സൂക്ഷിച്ച് വെക്കും ഫോർ എ ലൈഫ് ടൈം. ഇടയ്ക്കെടുത്ത് വായിക്കും. നമ്മൾ റൂമിൽ തന്നെ വിഷ്വൽ എടുക്കണം എന്നുള്ള സെറ്റാക്കാം. എല്ലാവരും ചേർന്ന് ബുക്കുകളുണ്ട്. വിഷ്വലൊക്കെ വരാമല്ലോ. ഞാൻ അപ്പോൾ ഈ വാൾ വയ്ക്കാനായിട്ടില്ല പറയാം. അപ്പോൾ ഒടുവിൽ ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ വെച്ച് ലാസ്റ്റ് കിട്ടിയത് നമ്മുടെ ഭാവന ചേച്ചിയും ലിജിനായിട്ടും എഴുതിയതാണ്. ഭാവന ചേച്ചി ലിജിനായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരാ സ്നേഹത്തിൻ്റെ ലിജിനായിട്ട് നമ്മുടെ ഫസ്റാക്കിലെ ഇപ്പോഴത്തെ മാനേജറാണ്. ഭാവന ചേച്ചി എൻ്റെ ചേച്ചിയാണ്. ഏട്ടൻ്റെ ചേച്ചി അതെ ചേച്ചിയാണ്. ടീച്ചറാണ്. അതാ കേടാണ്. അപ്പോൾ ഇതാ എഴുതിയിട്ടുണ്ട്. ഭാവന ലിജിൻ ഒരു ചിത്രമൊക്കെ വെച്ചത് അനശ്വരമായി ഒഴുകട്ടെ ഈ മുരളി മാഡം. താങ്ക് യു സോ മച്ച്. ലിജിനാട്ടനും ഭാവന ചേച്ചിക്കും മറ്റെഴുതിയ എല്ലാവർക്കും ആശംസകൾ. എന്തിനാണെന്നുള്ളത് ഞങ്ങൾ പിന്നീട് പറയാം. ഇപ്പോഴേ ആശംസകൾ. അപ്പോൾ ഇതുവരെ ഇത്രയും നേരം ഞങ്ങളിപ്പം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ എല്ലാം വെച്ച് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കാവ്യ ദിവസത്തെ അക്ഷരങ്ങൾ കൊണ്ട് മനോഹരമാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത് ഇപ്പം തന്നെ മനുഷ്യന്മാര് നിങ്ങളാണ് ശരിക്കും മനുഷ്യന്മാര്. ചേർന്ന് നിൽക്കുക അല്ലേ, എപ്പോഴും കൂടെ ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഓൾറെഡി ഇത് കുറച്ച് നീണ്ടുപോയി, കാരണം ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കമന്റ് ഇട്ട് പ്രാകും. അപ്പോൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തല്ലി പൊട്ടിക്കാൻ മനസ്സമായിരുന്നു. ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമാവാതിരിക്കരുത്, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ നിങ്ങളിങ്ങനെ പ്രചോദിപ്പിക്കണം. സൂപ്പറാണ് പറയണം. അപ്പോഴേ ഞങ്ങൾ വീണ്ടും എന്തിടുള്ളൂ, വീണ്ടും വീഡിയോസ് ഇടുള്ളൂ. നിങ്ങളിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. സംഭവബഹുലമായ 14 ദിവസത്തെ ഞങ്ങളുടെ ഹണിമൂൺ യാത്രയാണ്. നമ്മുടെ ഹണിമൂണും 14 ദിവസം പാലക്കാട് നിന്നും ബാംഗ്ലൂർ. ഇപ്പൊ പറയില്ലേ, നമ്മൾ വലിയ സ്ഥലം ഏകദേശം ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളോളം 14 ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള വളരെ സംഭവബഹുലമായ ചുഴലിക്കാറ്റ്, പെരുമഴ, കൊടുംവെയിൽ, വെള്ളപ്പൊക്കം എന്താ ഇതിനെ പറയാ, സൂര്യനാകാതെ ഇട്ടിട്ട് എന്തുകൊണ്ടായിരുന്നില്ല അന്ന് ഡൽഹിയില്? അത് സൂര്യ ഗംഗോ അല്ല, ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ഹണിമൂൺ സംഭവബഹുലമായിട്ടുള്ള ഹണിമൂണിന്റെ അതിന്റെ പല എടുത്ത് വെച്ചിട്ടുണ്ട്. ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതായിരിക്കണം മിക്കവാറും അടുത്ത വീഡിയോ വരികയാണെങ്കിൽ. അപ്പോ ഒപ്പം കൂടെ ഉണ്ടാവുക. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം അതി ചിന്തു മുരളി. അത് മതി മെന്നെ. ബൈ ബൈ.